എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാദം തള്ളി കുടുംബങ്ങൾ പുനരധിവാസത്തിന് സമ്മതിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്നു അവർ. വിഷയത്തിൽ ഒരു ചർച്ച പോലും നടന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നും മലയിടം തുരുത്ത് നിവാസികൾ പറഞ്ഞു. അവർ പറഞ്ഞത് കേൾക്കാം. ഇന്ന് മുഖ്യമന്ത്രി സഭയെ പറഞ്ഞു നമുക്ക് വീട് സ്ഥലം വേറെ തരാം, അവർ നമ്മൾ സമ്മതിച്ചെന്നൊക്കെ പറയും. ഞങ്ങളായിട്ട് ഇതുപോലെ ചർച്ച ചെയ്യാതെ പിന്നെ എങ്ങനെ സമ്മതിച്ചത് നമുക്കറിയില്ല. ഇനി അതിൻ്റെ വേറെ താല്പര്യത്തിന് പുറത്ത് പറയണമെന്ന് അറിയാൻ പാടില്ല, മറ്റുള്ളവർ താല്പര്യത്തിന് പുറത്ത് പറയണമെന്ന് അറിയാനും പാടില്ല. ഞങ്ങൾക്ക് പറയാനുള്ള നമ്മൾ പറഞ്ഞത് ഈ സ്ഥലം 19 ഏക്കർ അളന്ന് തിട്ടപ്പെടുത്തുക, പുറമ്പോക്ക് ഭൂമി കണ്ടെത്താൻ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ സമ്മതിച്ചെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് അറിയില്ല. ഞങ്ങൾ ചർച്ച നടത്തിയെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ചർച്ച നടത്തിയിട്ടുമില്ല, അങ്ങോട്ട് സംസാരം ഇതുവരെ വന്നിട്ടുമില്ല. മുഖ്യമന്ത്രി രാവിലെ നിയമസഭയിലാണ് ഇവർ അവിടെ നിന്ന് മാറാൻ സമ്മതമാണെന്ന് അറിയിച്ചു എന്നുള്ളത് പറഞ്ഞത്. എന്തായാലും രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്കുകൾ കൂടി കേൾക്കാം. റോജി എം ജോൺ ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയെയും അവിടുത്തെ MLA-യെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രമ്യമായി ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കും. അവർക്ക് ഭൂമി കൊടുത്ത് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാർ പ്ലീസ് അവർക്ക് സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നൊരു സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അവർ ആ വിഷയം അംഗീകരിച്ചിട്ടുണ്ട്. ആൻമരിയ സന്നിച്ചേരുകയാണ്. ആൻമരിയ, ആദ്യഘട്ടത്തിൽ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു, നേതാക്കളൊക്കെ അവരെ കാണാനും എത്തിയിരുന്നു. പക്ഷെ അതിലപ്പുറം അവിടെ നിന്ന് അവർ മാറുകയാണെങ്കിൽ പുനരധിവാസം ഉറപ്പാക്കാം എന്നുള്ള ആ വാഗ്ദാനം അവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ അത് കൊടുത്തുവെന്നും അവർ അത് അംഗീകരിച്ചുവെന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ആ ചർച്ച കളക്ടറേറ്റിൽ വെച്ചിട്ടാണ് ഈ റോജി എം ജോൺ മന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ ഈ ചർച്ച നടക്കുന്നത്. പക്ഷേ ആ ചർച്ചയിൽ ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 19 ഏക്കർ ഭൂമി അത് അളന്നു തിട്ടപ്പെടുത്തി ഇതിനകത്തെ പുറംപോക്ക് കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു ഇവർ ആവശ്യമായിട്ട്, ഈ കുടുംബങ്ങൾ ആവശ്യമായിട്ട് ഉന്നയിച്ചിരുന്നത്. അല്ലാത്ത പക്ഷം അതിനകത്ത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് അവർ വീണ്ടും പറയുകയാണ്. ഇവർ പുനരധിവാസത്തിന് തയ്യാറല്ല എന്നുള്ള കാര്യം ആദ്യമേ ഒഴിപ്പിക്കൽ, അതായത് 15ാമത്തെ തവണ പോലീസ് ഇവിടെ എത്തി അതൊരു വലിയ ഒരു ആക്രമണമായിട്ട് മാറിയ ആ സാഹചര്യത്തിൽ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു പുനരധിവാസം അത് അംഗീകരിച്ച് തരികയില്ല എന്നുള്ള കാര്യം. ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറല്ല എന്നും പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ അവർ തയ്യാറായിട്ടുണ്ട്, അവിടെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്, അവർക്ക് വീടും സ്ഥലവും ഒരുക്കി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവർ അങ്ങോട്ടേക്ക് മാറാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞത് എന്നറിയില്ല. മുഖ്യമന്ത്രി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാം അങ്ങനെ പറഞ്ഞത് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് പൂർണ്ണമായിട്ടും അതിനെ തള്ളുകയാണ് ഇപ്പോൾ കുടുംബങ്ങളുടെ അടുത്ത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല കൂടി പറയുന്നുണ്ട്. അതായത് കുടുംബങ്ങളെ അന്ന് ഇവിടെ പോലീസ് എത്തിയ സമയത്ത് പോലീസ് കുടുംബങ്ങളെ ആക്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനോട് എന്താ പറയാ? അല്ല, അന്ന് ആക്രമിച്ചില്ല എന്ന് ചാനലുകൾ കണ്ടാണ്, എന്താ ചെയ്തതെന്നൊക്കെ വീഡിയോ ഉണ്ട്. ആക്രമിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. അന്ന് എല്ലാവരും വലിച്ചഴിച്ച് കൊണ്ടുപോയതും ചാനലുകൾ കണ്ടതാണ്. ഇതിനകത്ത് മറ്റൊരു വീടും സ്ഥലവും ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറി താമസിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി. നമ്മളങ്ങനെ ഒരു ചർച്ചയോ അങ്ങനെ സംസാരം ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ആരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംസാരം വരാത്ത കേസ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. വേറെ താല്പര്യത്തിന് പുറത്ത് പറഞ്ഞാണെന്ന് പറയാനും പാടില്ല. കാരണം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കേസ്. ഇനി അഥവാ അവർ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ മാറുമോ? അല്ല, നമ്മൾ ഇവിടെ തന്നെ താമസിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞത് ഈ 19 ഏക്കർ അളക്കുക എന്നുള്ളത് നമ്മൾ അപ്പോഴും പറയുന്നത് ഇപ്പോഴും പറയുന്നത് തന്നെയാണ്. ആ 19 ഏക്കർ അളന്നിട്ട് തിട്ടപ്പെടുത്ത് നോക്കട്ടെ, എന്നിട്ടുണ്ടെങ്കിൽ എടുത്തോട്ടെ അവർ. അതാണ് നമ്മളിപ്പോഴും പറയുന്നത്. ആ 19 ഏക്കർ അളക്കാനുള്ള വിധി സർക്കാർ നടപ്പിലാക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. അന്ന് റോജി എം ജോണുമായിട്ട് എറണാകുളം കളക്ടറേറ്റിൽ വെച്ചിട്ടൊരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ആളുകളുണ്ടായിരുന്നു. അന്ന് ഈ ചർച്ചയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ 19 ഏക്കർ അളക്കാനുള്ള കേസ് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പുനരധിവാസം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടുന്ന് പോകില്ല എന്ന് തന്നെ പറഞ്ഞു. ഞങ്ങൾ 3-4 തലമുറ താമസിക്കുന്നതാണ്, ഇത്ര വർഷമായിട്ട് താമസിക്കുന്നതാണെന്നൊക്കെ ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പുനരധിവാസം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ, നമ്മൾ പറഞ്ഞിട്ടുമില്ല പുനരധിവാസം. പിന്നെ ഇപ്പോൾ വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയില്ല. സമരം വീണ്ടും ആരംഭിക്കും. സമരസമിതിയായിട്ട് ആലോചിച്ചിട്ട് അവരെന്താ വെച്ചാൽ പറയും. അത് തന്നെയാണ് അനുജ അവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അന്ന് എറണാകുളം കളക്ടറേറ്റിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി റോജി എം ജോൺ പുറത്തൊരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കോടതിയിൽ പോകുന്ന അടക്കമുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ ഇവർക്ക് പുനരധിവാസം ഒരുക്കി കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇവരുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം കുടുംബങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം പുനരധിവാസം ഒരുക്കി കൊടുക്കുമെന്നായിരുന്നു അന്ന് റോജി എം ജോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം മന്ത്രി തുളസി അടക്കമുള്ള ആളുകൾ ഈ കുടുംബങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലൊന്നും ഈ
വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുമുള്ള ചർച്ചകൾ അവിടെ നടന്നിട്ടില്ല എന്ന് കുടുംബങ്ങൾ പറയുകയാണ്. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ പൂർണ്ണമായിട്ടും തള്ളുകയാണ് കുടുംബങ്ങൾ. ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ, അതായത് സമരം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമരസമിതിയുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കും. അത് സമരം ആരംഭിക്കണമെങ്കിൽ സമരം തുടങ്ങുമെന്നും ഈ തിങ്കളാഴ്ചയാണ് കോടതിയിൽ സമയം പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു കോടതിയുടെ മറ്റ് നടപടിക്രമങ്ങളും അനുസരിച്ച് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് തീരുമാനിക്കുമെന്നും കുടുംബം പറയുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഇത് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്ന കുടുംബങ്ങളെ ആക്രമിച്ചിട്ടില്ല പോലീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കുടുംബം തള്ളുകയാണ് അനുജ. അവിടെ അതാണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന പല നിലപാടുകളെയും തള്ളുന്നു ഇവിടെയുള്ളവർ എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതിൽ നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തെറ്റിദ്ധാരണാജനകമാണ്, തെറ്റായ കാര്യം പറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കും വരും ദിവസങ്ങളിൽ എന്നൊക്കെയുള്ളതും നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.